ഹലോ. അപ്പം ഞാനിന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഞാനിന്ന് റിയൽ ആയിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലായിട്ട് പറയണില്ല, ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയാണ് കേട്ടോ ഞാനൊരു കുറച്ച് പൊതിച്ചോറായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മേടിക്കോ, അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്നത് ചെറുതുരുത്തി പുഴയുടെ തീരത്താണ് കേട്ടോ ഈ ചേട്ടനെ കണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല, ആ ചേട്ടൻ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു കേട്ടോ, നിങ്ങൾ ചോറുമായിട്ട് വന്നതാണോ, ഉണ്ടെങ്കിൽ എനിക്കൊരു പൊതി ചോറ് തരുമെന്നൊക്കെ. പുഴയുടെ തീരത്ത് വെള്ളം അതുപോലെ പോപ്കോൺ ഒക്കെ വിൽക്കലാണ് കേട്ടോ ഈ ചേട്ടന് ജോലി. രാവിലെ മുതൽ വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് പുഴയുടെ തീരത്ത് ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ കച്ചവടം നടന്നിട്ടില്ല, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ വൈകുന്നേരം പുഴയുടെ തീരത്തോട്ടൊക്കെ പോകുന്നവർ ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോപ്കോൺ ഒക്കെ വാങ്ങിക്കണേ, കാരണം കാലം കൊണ്ട് വയ്യാത്തൊരു ഏട്ടനാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഈ ഒരു അച്ഛനും അമ്മേനെയും കണ്ടിട്ടോ. ഭക്ഷണത്തിന് വേണ്ടി വിശന്നിട്ട് നടക്കുന്ന ആരെങ്കിലും ഒക്കെ അറിയോ വണ്ടി ഞങ്ങളിവിടെ ചോദിച്ചപ്പോഴാണ്, അയ്യോ മോളെ ഞങ്ങളും ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഞങ്ങൾക്ക് 2 പൊതി ചോറ് ഇരുന്ന് എന്നോട് ചോദിച്ചിട്ടോ. ഈ അമ്മയ്ക്കാണെങ്കിൽ കൈ കൊണ്ട് വയ്യാത്തതാണ്. അപ്പോൾ ആരുടെ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കച്ചവടത്തിന് ഇറങ്ങിയെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന 2 പൊതി ചോറ് 2 അച്ഛന്മാർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.